ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ വേദു. ഞാൻ മേതു. നമ്മൾ ഇന്ന് വീണ്ടും ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ സമയം 4:50 ആയിട്ടുണ്ടാവും. നമ്മൾ ശരിക്കും 5 മണിക്കാട്ടോ അലാറം വെച്ചു. പക്ഷെ എനിക്ക് ഉറക്കം ശരിയാവാത്തോണ്ട് ഞാൻ നീച്ചു. അപ്പൊ ഞാൻ ശരിക്കും 5 മണിക്ക് അയച്ചിട്ട് ഞാൻ 5 മണി ആയിട്ടില്ല. ഞാനിപ്പോ ഇതിപ്പോ ഞാൻ വീണ്ടും കിടന്നുറങ്ങാം. മേല് കുളിക്കാനും പോയിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ നീച്ചു. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ലോഗാണ്. അങ്ങനെയല്ല, ഒരു എന്താ പറയാ, ഫുൾ ട്രാവൽ വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല. ട്രാവൽ വ്ലോഗല്ല, അത് ഇംഗ്ലീഷിലാണ്. അപ്പൊ ട്രാവൽ വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല, വ്ലോഗ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് പോണ കാര്യങ്ങൾ കാണിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ എന്താ നമ്മുടെ പരിപാടി ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോ നമ്മുടെ വീഡിയോക്ക് കിടക്കുന്ന മുന്നേ വെൽക്കം ബാക്ക് ടു DM Vlogs. സൂപ്പറായിട്ട് ജനാലടക്കാണ് കിടക്കണം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. കിടന്നതിന് ശേഷമാണ് എനിക്ക് പറഞ്ഞത് ജനാലടക്കണ്ടേ. ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് മീറ്റ്സ് അവിടെ പോയി അടയ്ക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, മേതു എന്റെ കാല് കടങ്ങില്ല. അയ്യോ, അപ്പൊ ഗൈസ്, ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേദന ആ പല്ലേക്ക് എനിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഡി ആവാനൊന്നുമില്ല. തീ പോലെ ഇട്ടുണ്ടല്ലോ. നോർമൽ ടോപ്പ് വിത്ത് കീറിയ പാൻറ്, ഫ്രഷ് ആട്ടോ. അത് കാണാനില്ല. ഞങ്ങളെന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവറിന്റെ ഈ ഒരു ടോപ്പും ജീൻസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമുക്കിനി കണ്ണെഴുതാം. ശരി, ഞാൻ കണ്ണെഴുതല് മാത്രമേ സ്ഥിരമുള്ളത് പോലെ. ഓക്കെ, വേദോടെ കണ്ണെഴുതാൻ എനിക്ക് കാണാണ്ടാവും. ഉറക്കം ശരിയാവാത്തോണ്ട് കണ്ണ് അത്ര നന്നായിട്ടില്ല. ഇന്നെന്താ ഉറക്കം സ്വിച്ച് ആവാഞ്ഞാലേ. നമ്മളിന്നലെ നമുക്ക് നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ കിടന്നുറങ്ങി. കണ്ണാണ് കാണാല്ലേ. നമ്മൾ സ്ഥിരം കാണുന്നതാണ് കണ്ണെഴുത്ത്. എന്നാലും നമുക്ക് രണ്ടാളും കണ്ണെഴുത്ത് നമുക്ക് കാണാം. വേദ് ഫുള്ളായിട്ട് എഴുതും. വേദ് വിങ്സ് അല്ല കേട്ടോ ഇടുക. എന്താ വേദോ? ഞാൻ ഇടയ്ക്ക് വിങ്സ് ഇടാറ്. ഇടയ്ക്ക് വേദ് വിങ്സ് ഇടും. പക്ഷെ വേദ് വിങ്സിനേക്കാളും ഭംഗി ഇതാ അല്ലേ വേദോ? വേദ് വായ മുറിച്ചിട്ടാണ് കണ്ടത്. മേതു എഴുതാണ്. ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു കേട്ടോ. എന്താ അമ്മേ? എന്താ അത്? അപ്പൊ മേഘുത മസ്കാര ഇട്ട് കൊടുത്തോണ്ടിരിക്കാം. കണ്ണൊന്നും ഉടിച്ച് നിൽക്കാനാന്നാണ് പറയുന്നത്. നമുക്കിനി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്ത് മോയ്സ്ചറൈസർ? ഇത് നൈക്കയുടെ കേട്ടോ, ബോഡി ലോഷനാണ്. പെർഫ്യൂം ബോഡി ലോഷൻ.
നല്ല സ്മെല്ലല്ലേ? കണ്ടോ, ഇതാണ് അടിപൊളി. നല്ല ലൈറ്റ് സ്മെല്ലാണ്. തലവേദന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകും. ചില സ്മെല്ലിനാണെങ്കിൽ തലവേദന ഉണ്ടാവും. അതൊന്നുമില്ല ഗൈസ്. നമുക്ക് എന്നത്തെ പോലെ മുടി ചീന്തി കൊടുക്കാം. ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം പോണിറ്റെയിൽ കെട്ടാനാണ്. ഞാൻ അപ്പം സ്ഥിരമായിട്ട് പോണിറ്റെയിലാണ് കെട്ടാറ്. അതുകൊണ്ട് ഇപ്പത്തെ അവസ്ഥ. അതെ, അതുകൊണ്ടാണ് എൻ്റെ നെറ്റിയുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെ. പക്ഷെ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ആൾക്കാർ കാണുമ്പോൾ ഞാൻ ചോദിക്കണം എന്താ അത്ര നെറ്റ്. ഞാൻ പറയും ഒന്നുമില്ല, എനിക്കിഷ്ടമാണ്, എന്നെ കാണാൻ അങ്ങനെ ഭംഗിയെന്ന് പറയുന്നത്. ചോദിച്ചവരോടൊക്കെ ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് ഭ്രാന്ത് വരും. എനിക്ക് ചില സമയത്ത് നമുക്കൊന്നും തോന്നും എന്താണ്, പിന്നെ അത് മാറും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, മുടി കെട്ടിയിട്ട് കാണാൻ ഗൈസ്. ഞാൻ എന്താ ഇന്ന് സെൻട്രൽ വൈസ് എടുത്തിട്ടാണ് കെട്ടിക്കണം. ഞാൻ അന്ന് ഷോർട്സ് ഇട്ട വ്ളോഗിൽ കൊല്ലത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അയച്ച് ഇങ്ങനെ തന്നെ പോണിട്ടെടുത്ത് കെട്ടി. അത് കുറച്ചൊരു ഭംഗി തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ കെട്ടി. ഓക്കെ, നമുക്കിനി അടിയിലേക്ക് പോവാം. ലിപ് ബാം ഒക്കെ അടിയിലാണ്. നമ്മളിതാ ഇറങ്ങാണ്. അച്ഛൻ്റെ ഒപ്പം അമ്മയുടെ ചൂട് കേട്ടോ. അച്ഛൻ്റെ ഒപ്പം നമ്മൾ തൃശ്ശൂർ പോകും. ട്രെയിനിലാണെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി മാറുമോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഗൈസ്. അപ്പൊ നമ്മൾ തൃശ്ശൂരെത്തി. അപ്പൊ അച്ഛനെ കുറെ പേര് ചോദിച്ചു. ഇതാണ് ഗൈസ് അച്ഛൻ. അപ്പൊ അച്ഛൻ ഞങ്ങൾ തൃശ്ശൂരാക്കിട്ട് പോവാണ് ഗൈസ്. അപ്പൊ ബൈ ബൈ ഗൈസ്. നമ്മളിതാ തൃശ്ശൂരെത്തി. ഞാനും ഏതു അപ്പൊ ഗൈസ് ഞാനും ഏതു ഓപ്പിള അമ്മ കൂടിയിട്ടാട്ടോ പോണത്. നമ്മൾ എറണാകുളത്തേക്കാണ് പോണത്. എന്താ ആൾക്കാർ നോക്കിയാ എന്താലേ അല്ലേ ഓപ്പിള? അല്ല, ഇവരൊക്കെ എന്താ ഇങ്ങനെ, ഇവരൊന്നും മാറിയിട്ടില്ല ഗൈസ്.
വയസ്സ് നമ്മളിതാ തൃശ്ശൂര് KSRTC സ്റ്റാൻഡ് എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു, ഒരു ചായയും അതുപോലെ നൂൽപുട്ട് കഴിച്ചു. എന്താ കുഴപ്പമുണ്ട്. അതെ, ഇരുന്ന് കേടുവരുത്തി. അപ്പൊ എന്താ പറയാ, വേറെ ബസ് വന്നിട്ട് ബസ് കയറാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വീഡിയോ ബസ് കയറിയപ്പോ ആ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ വെവ്വേറെ സീറ്റിലായിരുന്നു, വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളിപ്പോ ചാലക്കുടി എത്തി. ഇവിടെ ഇറങ്ങട്ടെ. സത്യം പറഞ്ഞാൽ ഏത് സ്ഥലത്ത് അറിയില്ല, പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലം. സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് സ്ഥലം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. നമ്മൾ എറണാകുളം വൈറ്റില ഹബ്ബിലാട്ടോ ബസ് കയറി, തൃശ്ശൂർക്കുള്ള ബസ് കയറി. നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം അമ്മ ഞങ്ങളുടെ അടുത്തിൻ്റെ ഒപ്പുറപ്പുറത്തെ സീറ്റിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ തീരെ വലിച്ചില്ല കേട്ടോ, എന്താ അറിയില്ല, ആകെ ഒരു മൂടി. ചിലപ്പോൾ നമ്മളിത് പോയി ചോറാവും ചെയ്യില്ല. ഓക്കെ, തൃശ്ശൂരൊക്കെ ഞാൻ ഇപ്പൊ മേഘന്റെ മടിയിലാണ് എടുക്കുന്നത്. നമ്മൾ തൃശ്ശൂർ എത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഭാരതിക്ക് ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിത് ഭാരതിക്ക് വെച്ചിട്ട് വന്നു, പക്ഷെ ഭാരതിക്ക് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അതിന് തൊട്ട് ഓപ്പോസിറ്റിലൊരു റെസ്റ്റോറൻറ്റ്, നമ്മളിവിടെ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു. നമ്മൾ അവിടെ കയറി, അവിടെ നമുക്ക് രാവിലെ ഭയങ്കര വിറ്റായിരുന്നു. രാവിലെ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ 11 മണിക്കായിരുന്നു നമുക്ക് ഇവിടെ എറണാകുളത്ത് എത്തേണ്ട ടൈം. നമുക്ക് ഇത് അവളോട് വീഡിയോ എടുക്കാൻ കഴിച്ചു, ഞാൻ അതിന് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്താ വെച്ചാൽ നമ്മളത് കുറച്ച് നേരത്തെ എത്തി. നമ്മൾ 9:30 കഴിഞ്ഞ് 10 മണിയാകുമ്പോഴേക്കും നമ്മൾ എത്തി തോന്നി. അപ്പോൾ 1 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുള്ള സമയത്ത് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ആദ്യം പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിറങ്ങിയ സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെ 1 മണിക്കൂർ സമയമുണ്ട്. പിന്നെ എന്താ ചെയ്യുക, ഞങ്ങൾ വീണ്ടും ഒരു കടയിൽ കയറി ലൈം കുടിച്ചു. ഞാൻ അവള് ലൈം കുടിച്ചു. മേതുവിന് വയറ് ഫുള്ളായതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാനൊരു നൂൽപുട്ട് കഴിക്കാൻ വന്നിട്ട് നൂൽപുട്ടും കടലയും വാങ്ങിച്ചിട്ട് കഴിച്ചു. അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടില്ല, മറന്നുപോയതാണ്. തംബ്നെയിലുള്ള ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തു ഫോട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ടൊക്കെ ആണ് ഗൈസ്. സ്പൂൺ കൊണ്ട് കഴിക്കണം. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒന്നും എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബസ് കയറി തിരക്കാണ്, ഗംഭീര തിരക്ക്. സോറി ഗൈസ്, ഞാൻ പെട്ടെന്ന് കട്ടായിപ്പോയി. ഞാനൊന്ന് മുകളിൽ പോയി
അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് അവിടെ ടെറസ് തുറന്നിട്ട് കാര്യം നോക്കാൻ പോകണ്ടായിരുന്നു. അത് നോക്കാൻ പോയതാണ്. ഞങ്ങളിതാ ഇവിടെ എത്തി. ഞങ്ങളിനി പ്ലാവന്തോട് പോവാട്ടോ. അവിടെ കുട്ടികളുടെ അടുത്തേക്ക് പോകാം. നാളെ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് കാണണം. അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ. ഞാനും ഇത് ഒപ്പം കൂടിയിട്ട് കേട്ടോ. മേതു എന്താണ് ഇതിന് ഇന്നത്തെ തിരിച്ചു വരവിനെ കുറിച്ച് പറയാനുള്ളത്? സത്യം അറിയാം, എനിക്കൊന്ന് കുളിച്ച് കിടന്നാൽ മതിയെന്നുള്ളൂ. എൻ്റെ കണ്ട് ഞാൻ വിഗ് വെച്ച പോയൊക്കെ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞില്ലേ തിരക്കായതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തില്ല. ഭക്ഷണം കഴിച്ച് ഞാൻ എൻ്റെ ഭഗവാൻ ഇങ്ങനെ ഒരു ബസ് ഇങ്ങനെ ടയേർഡായിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പോട്ടെ. ചിലപ്പോൾ അവിടെ എത്തിയിട്ട് ഫ്രഷ് ആയാലൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ സമയം പോലെ ചെയ്യട്ടെ. ഓക്കെ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ വഴി മാവനൂർക്ക് പോകാം. അപ്പോൾ എന്നിട്ട് നമ്മൾ മാവനൂർ എത്തിയിട്ട് നേരെ പ്ലാമന്തോളിൽ പോകും. പട്ടാമ്പി പോയിട്ട് പ്ലാമന്തോളിൽ പോകും. അപ്പോൾ പ്ലാമന്തോളിൽ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിതാ പ്ലാമന്തോൾക്ക് തന്നെ വഴി 2-3 ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. പട്ടാമ്പി പാലത്തിൻ്റെ ഇതാണ് കേട്ടോ. വേറെ നമ്മൾ പ്രത്യേകിച്ച് നിർത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.